അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ബാബിലോൺ എന്ന രാജ്യത്ത് ഇബ്രാഹിം എന്ന ഒരു ബാലൻ ജീവിച്ചിരുന്നു. ഒരു കുട്ടിയായിരിക്കെ തന്നെ അറിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വിശേഷപ്പെട്ടവനായി മാറി. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവർ കല്ലിലും മരത്തിലുമെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുമായിരുന്നു. ഇബ്രാഹിം നബിയുടെ പിതാവും ഒരു ശില്പിയായിരുന്നു. അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എന്തിനാണ് തന്റെ പിതാവ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമകളെ ആളുകൾ ആരാധിക്കുന്നത്? കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രതിമകളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ അറിവും ബുദ്ധിയും വളർന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ യഥാർത്ഥ ദൈവമാരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ അന്വേഷിച്ച് വീട് വിട്ടു പോയി. അദ്ദേഹം വളരെ ദൂരം യാത്ര ചെയ്തു. അവസാനം ഒരു പർവ്വതത്തിന്റെ മുകളിലെത്തി. വളരെ കാലം അദ്ദേഹം അവിടെ ഇരുന്നു. യഥാർത്ഥ ദൈവത്തെ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതല്ല, സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. അള്ളാഹു അദ്ദേഹത്തെ നേർവഴിയിലാക്കിയിരുന്നു. അതിന് അദ്ദേഹം അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ അദ്ദേഹം പിതാവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്തിനാണ് ആളുകൾ അങ്ങുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളെ ആരാധിക്കുന്നത്? അദ്ദേഹം പിതാവിനോട് ചോദിച്ചു. ഈ പ്രതിമകൾ ഞങ്ങളുടെ ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മറുപടി പറഞ്ഞു. ദൈവങ്ങളിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവരെ ആരാധിക്കണം. അദ്ദേഹം പറഞ്ഞു. അതാരാണ്? അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിമയെ ചൂണ്ടിക്കാണിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് ചോദിച്ചു. ഇത് ദൈവങ്ങളുടെ ദേവനായ മർദൂക്കിന്റെ പ്രതിമയാണ്. പിതാവ് മറുപടി പറഞ്ഞു. ഇത് കേട്ട ഇബ്രാഹിം നബിക്ക് തന്റെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പിതാവ് അദ്ദേഹത്തിന്റെ നേരെ ദേഷ്യപ്പെട്ടു. പ്രവാചകൻ പിതാവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിലേക്ക് അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. നീ ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ ആളുകളെ കൊണ്ട് നിന്നെ കല്ലെറിയിപ്പിക്കും. ഇബ്രാഹിം നബി തന്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്തയിലെത്തി വിളിച്ചു പറഞ്ഞു. ഏകദൈവം അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല. ഞാൻ ഇനി വിഗ്രഹങ്ങളുടെ മുൻപിൽ വീണ് നമസ്കരിക്കുകയില്ല. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അവർക്ക് ശക്തിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ചന്തയിലെ ആളുകൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ വളരെ രോഷാകുലനായി. അവർ ഇബ്രാഹിം നബിയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ വിഗ്രഹം യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന് അവരെ കാണിക്കാൻ ഒരു ഉപായത്തെ പ്രവാചകൻ ചിന്തിച്ചു. ഒരു ദിവസം ഒരു വലിയ ആഘോഷം അവിടെയുള്ള നദിയുടെ തീരത്ത് വെച്ച് നടക്കുകയായിരുന്നു. അതുകൊണ്ട് നഗരത്തിലുള്ള എല്ലാവരും നദിയുടെ തീരത്ത് കാണുമെന്ന് നബിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ഒരു കോടാലി എടുത്ത് ക്ഷേത്രത്തിൽ പോയി. പ്രവാചകൻ തന്റെ കോടാലി കൊണ്ട് വിഗ്രഹങ്ങളെ ഒന്നൊന്നായി തകർത്തു. ഒന്നൊഴികെ എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തു. അത് ക്ഷേത്രത്തിനുള്ളിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഈ പ്രതിമയുടെ കഴുത്തിൽ ഒരു കോടാലി വെച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നഗരത്തിലെ ആളുകൾ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വിഗ്രഹങ്ങൾ തകർന്ന് തരിപ്പണമായത് കണ്ടു. വിഗ്രഹങ്ങളുടെ കഷ്ണങ്ങൾ ചുറ്റിലും ചിതറിക്കിടക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയാണ് വിഗ്രഹങ്ങളെ നശിപ്പിച്ചതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയും ക്ഷേത്രത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. നീയാണോ ഇതെല്ലാം ചെയ്തത്? അവർ ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇവിടെ ഒരു വലിയ ദൈവം നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ? പ്രവാചകൻ മറുപടി പറഞ്ഞു. ഇത് അവിടെയുള്ളവരെ ചൊടിപ്പിച്ചു. വിഗ്രഹങ്ങൾ സംസാരിക്കില്ല. നീ എന്താ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? സംസാരിക്കാൻ പോലും കഴിവില്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെ പിന്നെ എന്തിനാണ് ആരാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ലല്ലോ. അവിടെ കൂടിയിരുന്നവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവർക്ക് നാണക്കേട് തോന്നി.
ചിലർക്ക് ഇബ്രാഹിം നബി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. എന്നാൽ മറ്റുള്ളവർ അപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ടേയിരുന്നു. അവനെ കൊല്ലണം, അവനെ ചുട്ടുകൊല്ലണം. വലിയ തീയിൽ അവർ അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാൻ തീരുമാനിച്ചു. അവർ ആദ്യം വിറക് വെക്കാൻ 4 ആഴമുള്ള കുഴി കുഴിച്ചു. എന്നിട്ട് അവർ ശേഖരിച്ച എല്ലാ വിറകുകളും അതിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അത് കത്തിച്ചു. അങ്ങനെ തീ ഭയാനകമായി പടർന്നു പിടിച്ചു. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം തീ വളർന്നു. ആർക്കും അതിനോട് അടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷികൾ പോലും അതിനു മുകളിൽ പറക്കാൻ കഴിയാത്തത്ര ഉയരം. ബാബിലോണിലെ ഈ വലിയ തീപിടുത്തത്തെക്കുറിച്ച് പലരും കേട്ടു. ഈ പ്രതിഭാസം കാണാൻ അവർ നഗരത്തിലേക്ക് വന്നു. അടുത്ത ദിവസം ഇബ്രാഹിം നബിയുടെ കൈയും കാലും കെട്ടിയിട്ട് ഒരു കവണയിൽ കയറ്റി നിർത്തി തീയിലേക്ക് എറിഞ്ഞു. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതൻ പ്രവാചകന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ദൂതൻ ചോദിച്ചു. തന്നെ തീയിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുവാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നീട് സംഭവിച്ചത് അത്ഭുതമാണ്. അദ്ദേഹം തീയിൽ ചെന്ന് വീണപ്പോൾ അത് തണുത്തതായി മാറി. അദ്ദേഹത്തെ കെട്ടിയിരുന്ന കയറല്ലാതെ മറ്റൊന്നും കത്തിയില്ല. ഒരു ഉദ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ അദ്ദേഹം ആ തീയിലിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആളുകൾക്ക് അറിയാൻ സാധിച്ചില്ല. അതിനാൽ അവർ തീ അണയുന്നത് വരെ കാത്തിരുന്നു. തീ കെട്ടടങ്ങിയപ്പോൾ പ്രവാചകൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഴിയിൽ നിന്നും പുറത്തു വന്നു. അതുകണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി നിന്നു.